Hi friends, on our YouTube channel, welcome. Now, in this video, I will show you Spiderman mask. This is a normal mask. It is a moving eye mechanical mask. Now, this video is like and friends share it. Now, we will see how അപ്പോൾ ഈ ഒരു മാസ്ക് ആക്കാനായിട്ട് ആദ്യം തന്നെ വേണ്ട ഇതേപോലത്തെ ഒരു ഔട്ട്ലൈൻ ആണ്. അപ്പോൾ ഈ ഔട്ട്ലൈനും കാര്യങ്ങളെല്ലാം ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അവിടെ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത് ഡൗൺലോഡ് ചെയ്യാൻ സാധിക്കും. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു ഔട്ട്ലൈൻ വേണം പ്രിൻറ്റ് ചെയ്യാം, എല്ലാം വരച്ചെടുക്കാം. ഞാനിപ്പം വരച്ചതാണ് ഇത്. അപ്പോൾ നമ്മൾ ഈ ഒരു മാസ്കിൻ്റെ ഒരു സൈഡിലേക്കുള്ള ഔട്ട്ലൈനാണ് ഈ രണ്ട് ഇമേജും കാണുന്നത്. ഇനി നമുക്കിത് രണ്ടും കൂടി ഒട്ടിച്ചെടുക്കാനുണ്ട്. കാരണം എന്ന് വെച്ചാൽ ആദ്യത്തെ ഇമേജിൻ്റെ ചെറിയ ഭാഗം രണ്ടാമത്തെ ഇമേജിലല്ല, അപ്പോൾ അത് നമുക്ക് ഒട്ടിച്ചെടുക്കണം. അപ്പോൾ ഇതേപോലെ തന്നെ മാസ്കിൻ്റെ ഓപ്പോസിറ്റ് സൈഡും ഇതേപോലെ തന്നെ രണ്ട് ഇമേജ് ഉണ്ടാവും. അതും നമുക്ക് ഇതേപോലെ തന്നെ ഒട്ടിച്ചെടുക്കണം. നമ്മളിത് ഒട്ടിച്ചതിന് ശേഷം നമുക്കിതൊന്ന് കട്ട് ചെയ്തെടുക്കാനുണ്ട്. അപ്പോൾ ഞാനിപ്പോൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ട ഇതേപോലത്തെ കുറച്ച് തിക്നെസ് കൂടിയ ഷീറ്റാണ്. അപ്പോൾ ഞാനിവിടെ എടുത്തിരിക്കുന്നത് വെച്ചാൽ ഐവറി ഷീറ്റ്, അതായത് ചാർട്ട് പേപ്പറിൻ്റെ ആയിട്ട് കുറച്ചും കൂടി തിക്നെസ് കൂടിയ ഒരു പേപ്പറാണ്. അപ്പോൾ നിങ്ങൾക്ക് ഏത് ഷീറ്റ് വേണമെങ്കിലും യൂസ് ചെയ്യാം. ഇനി നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് വെച്ച ഒരു ഔട്ട്ലൈൻ നമ്മൾ ഈ ഒരു ഷീറ്റിൻ്റെ മേലെ വെച്ച ശേഷം ഇതിൽ മാർക്ക് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഞാനിപ്പോൾ മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് കട്ട് ചെയ്തെടുക്കാം. ഓക്കെ, അപ്പോൾ ഞാൻ എല്ലാ പീസും കൂടെ ചാർട്ട് പേപ്പറിൽ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഹെഡിൻ്റെ മേലെ ഭാഗത്ത് നിന്ന് തുടങ്ങാം. അപ്പോൾ ഹെഡിൻ്റെ മേലെ ഭാഗം എന്ന് പറഞ്ഞാൽ ഈ ഒരു പീസാണ്. ബാക്കിയെല്ലാം ഞാൻ സൈഡിലേക്ക് വെക്കാം. അടുപ്പിച്ച് വെച്ച് ജോയിൻ്റ് ചെയ്ത് കൊടുക്കണം. അതായത് ഏകദേശം ഇതേപോലെ നമ്മൾ അടുപ്പിച്ച് വെച്ച് ഒട്ടിച്ച് കൊടുക്കണം. അപ്പോൾ ഇങ്ങനെ ഒട്ടിക്കുമ്പോൾ നിങ്ങൾക്ക് ഒരു ഹെഡിൻ്റെ ഷേപ്പ് വന്നതായിട്ട് കാണാൻ സാധിക്കും. അപ്പോൾ ഇതൊന്ന് നമുക്കൊന്ന് ഒട്ടിച്ചെടുക്കാം. അപ്പോൾ ഒട്ടിക്കാനായിട്ട് ആദ്യം തന്നെ ഞാൻ യൂസ് ചെയ്യുന്നത് മാസ്കിൻ ടേപ്പാണ്. അപ്പോൾ ഈ മാസ്കിൻ ടേപ്പ് വെച്ചിട്ട് ആദ്യം ഒന്ന് ഒട്ടിക്കാം. അതിനുശേഷം നമുക്ക് ഹോട്ട് ഗ്ലൂ അല്ലെങ്കിൽ വേറെ ഗ്ലൂ ആയിട്ട് യൂസ് ചെയ്തിട്ട് ഒട്ടിച്ചെടുക്കാം. ഞാനിപ്പോൾ ആ ഒരു പാർട്ട് ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ അതിൻ്റെ ഓപ്പോസിറ്റ് പാർട്ട് ഞാനിപ്പോൾ ഒട്ടിച്ചിനി. അതായത് ഇതേപോലെ നമ്മൾ രണ്ടും ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. നമുക്കിത് രണ്ടും തമ്മിൽ ഒട്ടിച്ചെടുക്കണം. അത് ഇതേപോലെ തന്നെ ആദ്യം ഒരു ഭാഗം മാത്രം ഒട്ടിക്കുക. അതായത് ഇവിടെ മാത്രം ഒട്ടിച്ചിട്ട് പിന്നെ അങ്ങനെ ഒട്ടിച്ചിട്ട് വരിക. അപ്പോൾ നമുക്ക് അതും കൂടി ഒന്ന് ഒട്ടിച്ചെടുക്കാം. അപ്പോൾ ഞാനിപ്പോൾ രണ്ട് പീസ് ഇവിടെ ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ മാസ്കിൻ ടേപ്പ് യൂസ് ചെയ്താൽ ഫുള്ളായിട്ട് ഒട്ടിച്ചെടുത്തത് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അപ്പോൾ ഹെഡിൻ്റെ ടോപ്പ് ഭാഗം ഇവിടെ റെഡിയായി. നമുക്ക് ഹെഡിൻ്റെ ബോട്ടം ഭാഗം സെറ്റാക്കാം. ഇനി നമുക്ക് ഇതിൻ്റെ ബോട്ടം ഭാഗം നോക്കാം. അപ്പം ബോട്ടം ഭാഗത്ത് നിന്ന് വെച്ചാൽ രണ്ട് പീസാണ് വരുന്നത്. അതായത് ഒരു സൈഡിലേക്ക് രണ്ട് പീസ് വരുന്നുണ്ട്. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ഇത് ചെയ്യാം. അപ്പോൾ ഇത് നേരത്തെ കാണിച്ച പോലെ തന്നെ ഈ രണ്ട് പീസും തമ്മിൽ ജോയിൻ്റ് ചെയ്യണം. ഇത് ഏകദേശം ഇതേപോലെ നമ്മൾ ജോയിൻ്റ് ചെയ്തെടുക്കണം. അപ്പോൾ ഇങ്ങനെ നമ്മൾ ഒട്ടിച്ച് കൊടുത്തതെന്ന് വെച്ചാൽ ഈ ഒരു ഭാഗം പോകുന്നത്, അതായത് നമ്മളെ മൂക്കിൻ്റെ ഭാഗമാണ് ഇത്. അതിന് വേണ്ടിയിട്ടാണ് ഈ ഒരു പ്രൊജക്ഷൻ. ഇനി നമുക്ക് ഇത് നേരത്തെ പോലെ തന്നെ ഒട്ടിച്ച് കൊടുക്കാം. അപ്പോൾ ഇത് നമ്മൾ ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഒരു ഭാഗം രണ്ടും തമ്മിൽ ഒട്ടിച്ചെടുക്കണം. ഓക്കെ, അപ്പോൾ അത് ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഒരു ഭാഗവും അതേപോലെ തന്നെ ഈ ഒരു ഭാഗവും ഒട്ടിച്ചെടുക്കണം. അപ്പോൾ ഈ ഒരു പീസിൽ എല്ലാ ഭാഗവും ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഒരു പീസ് ഒട്ടിക്കാം. അപ്പോൾ ഈ ഒരു പീസിൽ ആദ്യം തന്നെ ഇതാണ് നമുക്ക് ഒട്ടിക്കേണ്ടത്. ഓക്കെ, അപ്പോൾ ഇത് ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഒരു പീസിലേക്കായിട്ട് ഇത് ഒട്ടിച്ചെടുക്കാം. ഈ ഒരു ഭാഗത്തായിട്ട് നമുക്കൊന്ന് ഒട്ടിച്ചു കൊടുക്കാം. ഓക്കെ, അപ്പോൾ അത് ഒട്ടിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇതും കൂടി ഒന്ന് ഒട്ടിക്കാനുണ്ട്. അപ്പോൾ ഞാനിതിപ്പോൾ ഫുള്ളായിട്ട് ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. നമുക്കൊന്ന് വെച്ച് നോക്കാം. അപ്പോൾ നിങ്ങൾക്ക് കാണാം മാസ്കിൻ്റെ ഒരു ഹാഫ് സൈഡ് കറക്റ്റ് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതേപോലെ തന്നെ ഇപ്പുറത്തെ സൈഡും റെഡി ആക്കണം. എന്നിട്ട് നമുക്കിത് ഈ രണ്ട് സൈഡും കൂടി ഒട്ടിച്ചെടുക്കാം. നമ്മൾ ലാസ്റ്റാണ് ഇത് രണ്ടുമായിട്ട് ഒട്ടിക്കുക. അതായത് ടോപ്പും ബോട്ടവും ലാസ്റ്റാണ് നമ്മൾ ഒട്ടിച്ചെടുക്കുക. പിന്നെ ഇതേപോലെ തന്നെ നമുക്ക് ഓപ്പോസിറ്റ് സൈഡും കൂടി റെഡിയാക്കാം. അപ്പോൾ ഞാനിപ്പോൾ മാസ്ക് ഫുള്ളായിട്ട് ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ അടിയത്തെ രണ്ട് ഭാഗങ്ങൾ ഒട്ടിച്ചു. അതേപോലെ തന്നെ ടോപ്പും ബോട്ടവും കൂടി ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ രണ്ട് ഒട്ടിച്ച മാസ്കിൻ ടേപ്പ് യൂസ് ചെയ്താണ്. അതിന് ശേഷം ഫ്ലെക്സ് ക്യൂക്ക് ഒട്ടിച്ചു കൊടുത്തു. അപ്പോൾ ഞാൻ ഈ ഒരു രണ്ട് സൈഡിലായിട്ട് എക്സ്ട്രാ പീസ് ഒട്ടിച്ച് കൊടുത്തിട്ടുണ്ട്. ഇതെന്തിനാണെന്ന് വെച്ചാൽ ഇതിൻ്റെ ഹൈറ്റ് കൂട്ടാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നിങ്ങൾക്കിപ്പോൾ കാണാൻ സാധിക്കും ഞാൻ എത്ര എക്സ്ട്രാ കൂട്ടിയിട്ടുണ്ടെന്ന്. ഇനി നമുക്ക് അടുത്തായിട്ട് ചെയ്യേണ്ട കാര്യം എന്ന് വെച്ചാൽ ഈ ഗ്യാപ്പും കാര്യങ്ങളെല്ലാം ഫില്ല് ചെയ്യണം. അതിനായിട്ട് ഞാൻ ഇതേപോലെ വൈറ്റ് സിമെൻറ്റ് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഈ ഒരു വൈറ്റ് സിമെൻറ്റ് അധികം ലൂസാക്കിയില്ല, ഈ ഒരു കൺസിസ്റ്റൻസിയിലാണ് ചെയ്യുന്നത്. ഇനി നമുക്ക് ഈ ഒരു വൈറ്റ് സിമെൻറ്റ് ഈ ഒരു ഗ്യാപ്പിലെല്ലാം ഫില്ല് ചെയ്ത് കൊടുക്കാം. അതേപോലെ തന്നെ നമുക്കിത് ഷേപ്പും ചെയ്തെടുക്കണം. അപ്പോൾ നമ്മളെ മാസ്ക് ഇപ്പോൾ ഏകദേശം റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞതിൽ ചെറിയൊരു ചേഞ്ച് ഞാനിവിടെ വരുത്തിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞതെന്ന് വെച്ചാൽ ഗ്യാപ്പെല്ലാം ഫില്ല് ചെയ്യാനായിട്ട് വൈറ്റ് സിമെൻറ്റ് യൂസ് ചെയ്യുന്നതാണ്. പക്ഷേ വൈറ്റ് സിമെൻറ്റ് ഒട്ടിച്ചതിന് ശേഷം ആ ഒരു വൈറ്റ് സിമെൻറ്റ് ഡ്രൈ ആകുമ്പോഴേക്ക് അത് പൊളിഞ്ഞു പോകാൻ തുടങ്ങി. അതുകൊണ്ട് തന്നെ ഞാൻ ഫുള്ളായിട്ട് ആ വൈറ്റ് സിമെൻറ്റ് റിമൂവ് ചെയ്തിട്ട് ഇതേപോലെ ന്യൂസ് പ്രിൻറ്റ് പേപ്പറും പിന്നെ ഫെവിക്കോൾ വെള്ളത്തിൽ മിക്സ് ചെയ്തിട്ട് ഒട്ടിച്ച് കൊടുത്തു. നിങ്ങൾക്ക് വേണമെങ്കിൽ ടിഷ്യൂ പേപ്പറും യൂസ് ചെയ്യാം. അപ്പോൾ അങ്ങനെ ഒട്ടിച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇപ്പോൾ അത്യാവശ്യം സ്ട്രെങ്ത് ഉണ്ട്. അതേപോലെ തന്നെ ഞാൻ ഇതിൻ്റെ ഉള്ളിൽ ഇതേപോലെ കമ്പി ആ ഒരു ഷേപ്പിൽ ഒടിച്ചെടുത്തിട്ട് ഒട്ടിച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതെന്തിനാ ചെയ്തതെന്ന് വെച്ചാൽ നമ്മളിത് ഒട്ടിക്കുന്ന സമയത്ത് ഇതിൻ്റെ ഷേപ്പ് മാറിപ്പോകാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളിത് ഒട്ടിച്ചത്. അതേപോലെ തന്നെ ഇത് നല്ല സ്ട്രെങ്ത്തും തരുന്നുണ്ട്. പിന്നെ അതേപോലെ തന്നെ ഇതിൽ ചേഞ്ച് വരുത്തിയെന്ന് വെച്ചാൽ ഇതിൻ്റെ ഐൻ്റെ ഈ സൈസ് കുറച്ച് വലുതായിരുന്നു. നിങ്ങൾക്കിവിടെ പഴയതിൻ്റെ മാർക്കിംഗ് കാണാൻ സാധിക്കും. കുറച്ച് വലുതായിരുന്നു. അത് നമുക്ക് ആദ്യം കിട്ടിയ മെഷർമെൻറ്റിൽ എന്തോ ഫോൾട്ട് വന്നതാണ്. അപ്പോൾ അത് വലുതായതുകൊണ്ട് തന്നെ നമ്മളതിനെ ചെറുതാക്കിയിട്ടുണ്ട്. അതെങ്ങനെയാണെന്ന് വെച്ചാൽ ചെറിയ പീസ് കാർഡ്ബോർഡിൽ ഒരു കട്ട് ചെയ്തിട്ട് ഈ ഒരു ഷേപ്പിൽ
കട്ട് ചെയ്തിട്ട് അങ്ങനെ അവിടെ ഒട്ടിച്ചു കൊടുത്തു. 2 സൈഡും അതേപോലെ ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് അടുത്തതായിട്ട് വേണ്ടതെന്ന് വെച്ചാൽ ഈ ഒരു മാസ്കിൻ്റെ ഐ ഫ്രെയിമാണ്. അപ്പോൾ ഇതെങ്ങനെ നമ്മൾ ചെയ്തതെന്ന് വെച്ചാൽ ഒരു ചാർട്ട് പേപ്പറിൽ ഈ ഒരു ഷേപ്പിൽ കട്ട് ചെയ്തെടുത്തു. അതിനുശേഷം സ്പ്രേ പെയിൻറ്റ് യൂസ് ചെയ്തിട്ട് പെയിൻറ്റ് ചെയ്തെടുത്തതാണ്. അപ്പോൾ അതേപോലെ 2 ആക്കി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഈ ഒരു ഐ ഫ്രെയിം തൽക്കാലം ഒട്ടിച്ചിട്ടുണ്ട്, കാരണം നമുക്ക് കുറച്ച് മെഷർമെൻറ്റും കാര്യങ്ങളെല്ലാം ചെയ്യാനുണ്ട്. അപ്പോൾ ഞാൻ ഇതേപോലെ 2 പീസ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതെന്ന് വെച്ചാൽ എക്സ്റേ ഷീറ്റിൽ ഞാൻ പെയിൻറ്റ് ചെയ്തെടുത്തതാണ്. അതേപോലെ തന്നെ ഈ ഒരു ഷേപ്പിൻ്റെ ഇമേജ് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഒരു ഡ്രൈവ് ലിങ്ക് കൊടുത്തിട്ടുണ്ട്. അതിൽ നിങ്ങൾക്ക് പോയി ചെക്ക് ചെയ്യാൻ സാധിക്കുന്നതാണ്. അപ്പോൾ ഞാനിപ്പോൾ ഈ 2 പീസിന് സെൻറ്ററിലായിട്ടൊരു ഹോൾ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതാകുമ്പോൾ നമുക്ക് ഈ ഒരു രീതിയിൽ മൂവ്മെൻറ്റ് കിട്ടും. പിന്നെ നമുക്ക് വേണ്ടത് ഇതേപോലത്തെ ഒരു പിന്നാണ്, അതായത് അടിഭാഗം ഫ്ലാറ്റ് ആയ പോലത്തെ ഒരു പിന്ന്. ഇനി നമുക്ക് ഈ ഒരു പിന്ന് ഈ ഒരു മാസ്കിൻ്റെ ഈ ഒരു ഭാഗത്തായിട്ട് ഒട്ടിച്ചു കൊടുക്കണം. അപ്പോൾ ഈ ഒരു ഹൈറ്റ് ലെവലാവാനായിട്ട് ഞാനിവിടെ ഡബിൾ സ്റ്റിക്ക് ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കൊരു ഫ്ലെക്സ് ക്യൂക്ക് യൂസ് ചെയ്ത് നല്ല രീതിയിൽ ഒട്ടിച്ചു കൊടുക്കണം. ഇനി നമുക്ക് ഈ ഒരു പീസ് ഈ ഒരു രീതിയിൽ ബെൻഡ് ചെയ്തെടുക്കണം. അപ്പോൾ അതിനായിട്ട് ഇതേപോലത്തെ ഒരു കമ്പി എടുത്തിട്ടുണ്ട്. നമുക്ക് ഈ ഒരു രീതിയിൽ ഇതൊന്ന് ഒടിച്ചു കൊടുക്കാം. ഇനി നമുക്ക് ഇതിൻ്റെ ഉള്ളിലേക്ക് വെച്ച് കൊടുത്തിട്ട് ഷേപ്പ് ചെയ്തെടുക്കാം. അപ്പോൾ ഞാൻ ഇതിലിപ്പം കുറച്ച് ചേഞ്ചസ് ഒക്കെ വരുത്തിയിട്ടുണ്ട്. അപ്പോൾ ആദ്യം തന്നെ ചെയ്തതെന്ന് വെച്ചാൽ ഈ 2 സ്ട്രിപ്പിലും ഇതേപോലത്തെ റബ്ബർ ബാൻഡ് ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട്. ഇതേപോലെ റബ്ബർ ബാൻഡ് ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട് 2 സൈഡും. പിന്നെ ചെയ്തത് ഈ ഒരു സ്ട്രിപ്പിൽ ഇതേപോലത്തെ ഒരു ടങ്കീസ് വയർ ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇവിടെ ഒരു ബഡ്സിൻ്റെ പൈപ്പ്, ബഡ്സിനുണ്ടാകുന്ന കോട്ടൺ ബഡ്സിനുണ്ടാകുന്ന പൈപ്പ് ഇവിടെ ഒട്ടിച്ചിന് അതിലോട്ട് ഇങ്ങനെ പുറത്തേക്ക് കൊണ്ടുവന്നിട്ടുണ്ട് ഈ ഒരു വയർ. അപ്പോൾ ഈ ഒരു രീതിയിൽ വർക്ക് ചെയ്യും സംഭവം. അതേ മെത്തേഡ് തന്നെ ഇപ്പുറം ചെയ്തു. ഈ ഒരു ഇതിന് ഇവിടെ അതായത് റബ്ബർ ബാൻഡ് ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒരു ടങ്കീസ് ഈ ഒരു പൈപ്പിലോട്ട് പിന്നെ ഇതിലോട്ട് വന്ന് ഇങ്ങനെ ഇത് വലിച്ചു കഴിഞ്ഞാൽ ഇതും വർക്കിംഗ് നടക്കും. അതേപോലെ തന്നെ ഈ ഒരു സ്ട്രിപ്പിൻ്റെ ഈ ഒരു ഭാഗം അത്ര പൊന്തുന്നുണ്ടായിട്ടില്ല. അതുകൊണ്ട് തന്നെ ഞാൻ അവിടെ ഒരു ടങ്കീസ് വയർ ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഈ ഒരു പൈപ്പ് വഴി ഇങ്ങനെ ഇവിടെ ഒന്നും കണക്ഷനൊന്നുമില്ല, ഇതിലോട്ട് നേരെ പോകുന്നത് ഈ ഒരു പൈപ്പിലേക്കാണ്, പിന്നെ ഇതിലേക്ക് എൻ്റെ ഇവിടെ ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ നമ്മൾ ആദ്യം ഒട്ടിച്ച ആ ഒരു പിന്നിന് ഇപ്പോൾ സ്റ്റോപ്പറായിട്ട് നമ്മൾ ചെയ്തതെന്ന് വെച്ചാൽ MC ഒരു ബോൾ പോലെ ആക്കിയിട്ട് അവിടെ ഫിറ്റ് ചെയ്ത് കൊടുക്കുക ചെയ്തേ. നിങ്ങൾക്കിവിടെ 2 ടങ്കീസ് വയർ കാണാൻ സാധിക്കും. അപ്പോൾ അത് ഇതേപോലെ വലിച്ചു കൊടുത്താൽ അതും കൂടി കറക്റ്റായിട്ട് വർക്ക് ചെയ്യും. ഓക്കെ, അപ്പോൾ ഈ ഒരു രീതിയിലാണ് സംഭവം വർക്ക് ചെയ്യുക. ഇനി നമുക്ക് ഈ ഒരു ലെങ്സ് റിമൂവ് ചെയ്യാം. അപ്പോൾ ഞാനിപ്പോൾ ഒരു റെഡ് കളർ ടീഷർട്ട് എടുത്തിട്ടുണ്ട്. നമുക്കിതൊന്ന് കട്ട് ചെയ്യാനുണ്ട്. ഓക്കെ, ഇനി നമുക്ക് അടുത്തതായി ചെയ്യേണ്ട കാര്യം എന്ന് വെച്ചാൽ ഈ ഒരു സ്പൈഡർമാൻ്റെ കവറാണ്, അതായത് അതിൻ്റെ മാസ്കിൻ്റെ കവർ. അപ്പോൾ അത് നമ്മൾ ചെയ്യുന്നത് വെച്ചാൽ ടീഷർട്ട് യൂസ് ചെയ്താണ്. അപ്പോൾ അതിനായി ഞാനിവിടെ കുറച്ച് ഔട്ട്ലൈൻ എടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഈ ഒരു രീതിയിൽ കട്ട് ചെയ്ത് കഴിഞ്ഞാൽ, അതായത് ആ ടീഷർട്ട് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കറക്റ്റായിട്ട് അതിൻ്റെ കവറാക്കി എടുക്കാൻ സാധിക്കും. അപ്പോൾ ഞാൻ ആദ്യം തന്നെ ഈ ഒരു ഔട്ട്ലൈനെല്ലാം കറക്റ്റായിട്ട് വെച്ച് കാണിച്ചു തരാം. അതേപോലെ തന്നെ ഈ ഒരു ഔട്ട്ലൈനിൻ്റെ PDF എൻ്റെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്, നിങ്ങൾക്ക് അവിടെ പോയി ഡൗൺലോഡ് ചെയ്യാൻ സാധിക്കുന്നതാണ്. അതേപോലെ തന്നെ ഈ ഒരു ഭാഗത്ത് നിന്ന് വെച്ചാൽ നമ്മൾ ഇത് രണ്ടും കൂടി ജോയിൻറ്റ് ചെയ്യണം, അതായത് ഈ ഒരു ഇതും വെച്ച് ജോയിൻറ്റ് ചെയ്യണം. അപ്പോൾ ഈ ഒരു ഭാഗം നമുക്ക് കട്ട് ചെയ്യണം, കറക്റ്റായി സ്ട്രൈറ്റ് ആയിട്ട് വെച്ചിട്ട് കട്ട് ചെയ്യണം. അതേപോലെ തന്നെ അതിൻ്റെ ഇത് രണ്ടും കൂടി ജോയിൻറ്റ് ചെയ്യേണ്ടതാണ്. അതേപോലെ എല്ലാം ജോയിൻറ്റ് ചെയ്തെടുക്കാൻ ഈ ഒരു ഭാഗം കറക്റ്റായിട്ട് ജോയിൻറ്റ് ചെയ്യേണ്ടതാണ്. ഓക്കെ, അപ്പോൾ ഞാൻ ഈ ഒരു പേപ്പറിൽ ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് അതിൻ്റെ ഔട്ട്ലൈനിൽ ഇപ്പോൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നീട് ഞാൻ ആ ഒരു ടീഷർട്ടും നമ്മൾ ആ ഒരു പേപ്പറിൻ്റെ അതേ അളവ് തന്നെ, നമ്മൾ കട്ട് ചെയ്ത ആ ഒരു പേപ്പറിൻ്റെ അതേ അളവ് തന്നെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കണം. അപ്പോൾ ഇതെങ്ങനെ സ്റ്റിച്ച് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മളിത് നേരെ ഇപ്പുറത്തേക്കായിട്ട് മറിച്ചിടുക. അപ്പോൾ സ്റ്റിച്ച് ചെയ്യേണ്ട ഈ ഒരു രീതിയിലാണ്. അതേപോലെ തന്നെ മാക്സിമം ബോർഡർ തന്നെ എടുത്തിട്ട് സ്റ്റിച്ച് ചെയ്യുക. ഈ ഒരു ഭാഗം നമ്മൾ ലാസ്റ്റാണ് സ്റ്റിച്ച് ചെയ്യുക. അതേപോലെ തന്നെ ഈ ഒരു സൈഡിൽ നമ്മളൊരു സിബും വെച്ച് കൊടുക്കുന്നുണ്ട്. ഇതേപോലത്തെ ഒരു സിബ് വെച്ച് കൊടുക്കുന്നുണ്ട് ഈ ഒരു സൈഡിലായിട്ട്. അപ്പോൾ നമുക്കിതൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം. അപ്പോൾ ഈ ഒരു ടീഷർട്ട് ഇപ്പോൾ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്, നിങ്ങൾക്ക് കാണാൻ സാധിക്കും. നല്ല രീതിയിൽ തന്നെ സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട്. നമുക്കിത് തിരിച്ചിട്ട് കൊടുക്കാം. അതേപോലെ തന്നെ ഈ ഒരു ഭാഗം ചെറിയ രീതിയിൽ സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട്, ഫുള്ളായിട്ട് സ്റ്റിച്ച് ചെയ്തിട്ടില്ല, പക്ഷേ ചെറിയ രീതിയിൽ സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട്. അതേപോലെ തന്നെ ബാക്ക് സൈഡിലൂടെ സിബും വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് നമ്മളെ മാസ്കിലൊന്ന് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഈ ഒരു മാസ്കിൻ്റെ ഈ ഒരു ഭാഗം ഞാൻ ബ്ലാക്ക് പെയിൻറ്റ് അടിച്ചിട്ടുണ്ട്. അതെന്ന് വെച്ചാൽ സൈഡിൽ നോക്കുമ്പോൾ വൈറ്റ് അടിക്കാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ്, വൈറ്റ് ഭാഗം കാണാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഈ ഒരു രീതിയിലുണ്ടാവും. ഇനി നമുക്ക് ഈ ഒരു കണ്ണിൻ്റെ ഭാഗം കട്ട് ചെയ്ത് കൊടുക്കണം. എന്നിട്ട് ഈ ഒരു ഭാഗമെല്ലാം നല്ല രീതിയിൽ തന്നെ വലിച്ച് ഒട്ടിച്ചു കൊടുക്കണം. ഇനി നമുക്ക് ഈ ഒരു മാസ്കിൻ്റെ ഉള്ളിൽ ലെങ്സ് ആക്കി കൊടുക്കാനുണ്ട്. അതിനായി ഞാനിവിടെ ഒരു ഗ്ലാസ് പേപ്പർ എടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ ഈ ഒരു ടെക്സ്ചറിൽ വരുന്ന നെറ്റും ഈ ഒരു ടെക്സ്ചറാണ്. ഇതിൻ്റെ ആയിട്ട് കുറച്ചും കൂടി ഗ്യാപ്പ് ഉണ്ടെങ്കിൽ അത്രയും നല്ലത്. ഇനി നമ്മൾ ഈ ഒരു ഗ്ലാസ് പേപ്പർ ഈ ഒരു രീതിയിൽ കട്ട് ചെയ്ത് കൊടുക്കണം. അതായത് നമ്മൾ ഈ ഒരു മാസ്കിൻ്റെ ഉള്ളിൽ വെക്കാൻ പറ്റുന്ന രീതിയിലാണ് കട്ട് ചെയ്ത് കൊടുക്കുന്നത്. ആ ഒരു ഷേപ്പിനനുസരിച്ചാണ് കട്ട് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ ഈ ഒരു ഗ്ലാസ് പേപ്പർ ഈ ഒരു രീതിയിൽ കട്ട് ചെയ്തതിന് ശേഷം അതിൻ്റെ ബാക്കിലേക്കായിട്ട് ഈ ഒരു നെറ്റ് വെച്ച് കൊടുത്തിട്ട് നമ്മൾ സ്റ്റാപ്ലർ യൂസ് ചെയ്ത് ടൈറ്റാക്കി കൊടുക്കുക. ഫുള്ളായിട്ട് ടൈറ്റാക്കി കൊടുക്കണം. എന്നിട്ട് ലാസ്റ്റ് കട്ട് ചെയ്തതിന് ശേഷം അതിൻ്റെ ഉള്ളിലേക്കായിട്ട് ഒട്ടിച്ച് കൊടുക്കാം. ഓക്കെ, അപ്പോൾ നമ്മൾ മാസ്ക് ഇവിടെ ഏകദേശം റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു മാസ്കിൻ്റെ ഈ ഒരു ഭാഗം ഞാൻ കട്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ഭാഗത്ത് പെർഫെക്ഷൻ വേണമെന്ന് നിർബന്ധമൊന്നുമില്ല. കാരണം എന്ന് വെച്ചാൽ നമ്മൾ ഈ ഒരു ഫ്രെയിം ഇതിൽ വെച്ച് കൊടുക്കും. എന്നിട്ടാകുമ്പോൾ അത് കാണുന്നില്ല, ഒരു ഭാഗം കാണൂല. അതേപോലെ തന്നെ ഈ ഒരു ഭാഗത്ത് ഞാൻ ഫാബ്രിക് ഗ്ലൂ യൂസ് ചെയ്താണ് ഒട്ടിച്ചെടുത്തത്. അതേപോലെ തന്നെ ഞാൻ ഈ ഒരു ലെൻസ് ഒട്ടിച്ചത് എങ്ങനെ കാണിച്ചു തരാം. അപ്പോൾ നിങ്ങൾക്കിപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ അതിൻ്റെ ഒരു അറ്റം ആ ഒരു ഭാഗത്ത് ഒട്ടിച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ ഒന്ന് ഈ ഒരു ഭാഗത്ത് ഒട്ടിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ അടുത്ത പണിയെന്ന് വെച്ചാൽ ഒരു ഡിസൈൻ മാർക്ക് ചെയ്യലാണ്. അപ്പോൾ ഞാൻ യൂസ് ചെയ്യുന്നത് പെർമനൻറ്റ് മാർക്കറാണ്.
ഇനി ലാസ്റ്റായിട്ട് ആ ഒരു ഐ ഫ്രെയിമും കൂടി ഒട്ടിച്ച് കഴിഞ്ഞാൽ നമ്മളെ മാസ്കിൻ്റെ വർക്ക് കൂടെ ഫുള്ളായിട്ട് കംപ്ലീറ്റ് ആയി. ഗൈസ്, അപ്പോൾ നമ്മൾ സ്പൈഡർമാൻ്റെ മാസ്ക് കൂടെ നല്ല അടിപൊളിയായിട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇത്ര പെർഫെക്ഷൻ കിട്ടുമെന്ന് ഞാൻ വിചാരിച്ചിട്ടേ ഇല്ല. കാരണം എന്ന് വെച്ചാൽ ഞാനിത് ആദ്യമായിട്ടാണ് ചെയ്യുന്നത് തന്നെ. അപ്പോൾ നല്ല പെർഫെക്ഷനായിട്ട് നമുക്കിവിടെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു രീതിയിൽ അതിൻ്റെ വർക്കിംഗ് ഉണ്ടാവും. അതായത് ഒരു സ്ട്രിങ് വലിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ ആ ഒരു കണ്ണ് ക്ലോസ് ചെയ്യും. ഫുള്ളായിട്ട് ക്ലോസ് ചെയ്യില്ല, ചെറിയ ഭാഗം ക്ലോസ് ചെയ്യും. അപ്പോൾ ഈ പെർഫെക്ഷനും കാര്യങ്ങളെല്ലാം ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഈ ഒരു വീഡിയോ ലൈക്ക് ചെയ്യുക. അപ്പോൾ ഇനി നമ്മൾ ഇതിൻ്റെ ലാസ്റ്റ് പണിയെന്ന് വെച്ചാൽ ഈ ഒരു ടങ്കീസിൻ്റെ വയറിൻ്റെ ലെങ്ത്ത് കൂട്ടുക. അതായത് നമ്മളെ കൈ വരെ എത്തിക്കുക. എന്നിട്ട് നമ്മളെ കൈ വെച്ച് കൺട്രോൾ ചെയ്യാൻ സാധിക്കും. അപ്പോൾ എൻ്റെ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായിരുന്നു ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിലും ഷെയർ ചെയ്യുക. ഇനി ഇതേപോലത്തെ വീഡിയോസ് ലഭിക്കാനായിട്ട് താഴെ കാണുന്ന സബ്സ്ക്രൈബ് ബട്ടൺ പ്രസ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യേണ്ടതാണ്. കൂടുതൽ ബെല്ലൈക്കൻ കൂടി എനേബിൾ ചെയ്താൽ ഞാനിടുന്ന പുതിയ വീഡിയോസ് നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ ലഭിക്കും. നമുക്കെന്നാൽ ഇനി അടുത്ത വീഡിയോ കാണാം.